എൻ്റെ കൂടെ ഭൂതമുണ്ട്, പ്രേതമുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ അത്തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട് എന്ന് കരുതി മോക്ഷം കിട്ടുക. ദുർമരണം എന്ന് പറയുന്നതും അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതും നമുക്ക് മോക്ഷം കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ബോഡി ഉണ്ടാവില്ല. നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ടോ ഇല്ലയോ, നമ്മുടെ കൂടെ ആരാണുള്ളത്, അതെല്ലാം നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുമോ? അയാൾ പോലും അറിയാതെ അയാൾ ആ സ്പോട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അയാൾക്ക് അവിടെ തന്നെ കറങ്ങേണ്ടി വരും. അപ്പോൾ അതിനാണ് ശരിക്കും നമ്മൾ ആത്മമോചനത്തിനായി പിണ്ടബലി എന്ന് പറഞ്ഞാൽ. അങ്ങ് ഈ പ്രേതങ്ങളിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രേതം എന്ന് പറയുന്നത് നമ്മളാണല്ലോ. ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് ദൈവമല്ല, മറിച്ചെന്താ, ഒരിക്കലും ഒരാത്മാവിനെയും ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് ലയിപ്പിക്കാൻ പറ്റില്ല. അതിനാണ് ബാധാദോഷം അല്ലെങ്കിൽ പ്രേതദോഷം എന്ന ജ്യോതിഷവാക്യം പറയുന്നത്. ഒരിക്കലും ഒരു പ്രേതത്തെയും ക്ഷേത്രത്തിൽ ഇരുത്തുന്നില്ല എന്ന ബോധം. ഒരമ്മയുടെ കൈ മുഖത്ത് നോക്കി ചൂണ്ടിക്കൈ വർത്താനം പറയുന്ന മക്കളില്ല, അവരെല്ലാം പാവത്തിൻ്റെ അടിമകളായിത്തീരും. ഇതൊക്കെ അവസാനം ഇപ്പം ഈ പറഞ്ഞ പോലെ, അതായത് ഇപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു 7-8 വയസ്സുള്ള മകനോ മകളോ നഷ്ടപ്പെടുന്നു. അത് പിന്നീട് അവരുടെ കുട്ടി എവിടെയാണ് എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആത്മാവ് എവിടെയാണ് എന്ന് ഒരു അനുഭവത ഇവിടുത്തെ ഒരു എടപ്പള്ളി ലോകം കൊണ്ടുള്ള ഒരു കുട്ടിയാണ്. ഇവരുടെ 11 വയസ്സുള്ള കൊച്ചിന്, 11 വയസ്സുള്ള കുട്ടിക്ക്. അപ്പോൾ അവൻ നല്ല വീട് വയ്ക്കണം, സഞ്ജയ് എന്നോ എൻ്റെ പേരെന്നോ, എൻ്റെ പേരിടണം, ആ വീടിന് എൻ്റെ പേര് കിടണമെന്ന് പറഞ്ഞു. ഒരു ചെറിയ പനി വന്നതാണ്. ആ പനി വന്ന് ആ കുട്ടി മരിച്ചു. അവർ ഈ സാറിൻ്റെ ഇത് കണ്ടിട്ടാണ് ഇവിടെ വരുന്നത്. അലക്സാണ്ടർ സാറിൻ്റെ, ജേക്കബ് സാറിൻ്റെ ഇത് കണ്ട് ഇവിടെ വരികയും ഒരു ഭയങ്കര സങ്കടത്തിലായിരുന്ന, അധികം പ്രായമൊന്നുമില്ല, ഒരു ഇളയ കുട്ടിയുണ്ട്, മൂത്ത കുട്ടിയെ മരിച്ചു പോകും. അപ്പോൾ സങ്കടത്തിൽപ്പെട്ടിരുന്നവർ, ഇത് 2 അനുഭവങ്ങളുണ്ട് കേട്ടോ. ഒന്നൊരു പെരുമ്പാവൂരുള്ള, അവർ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, ഇന്നലെ വന്നിരുന്നെങ്കിൽ പരിചയപ്പെടായിരുന്നു. ആ കുട്ടി അപ്പോൾ അവർ വായിച്ച്, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് അവനില്ലാതെ പറ്റില്ല. അപ്പോൾ നാടി വായിച്ചപ്പോൾ നാടിക്കകത്ത് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അവൻ നിങ്ങളെ വിട്ടു പോയിട്ടില്ല, നിങ്ങളുടെ ഈ ഉദരത്തിൽ തന്നെ അവൻ പിറക്കും. അത് ചിലപ്പോൾ ഒരു പെൺകുട്ടിയായിരിക്കാം. എന്താണെങ്കിലും ആ കുട്ടി നിങ്ങൾ തിരിച്ചു വരും, അതേ നക്ഷത്രത്തിൽ നിന്ന് പറഞ്ഞു. ആ നക്ഷത്രം വരെയും പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവർ പ്രസവമൊക്കെ നിർത്തി ഇരിക്കുന്നതാണ്. അപ്പോൾ അവർ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം, റീഓപ്പൺ ചെയ്തു. അങ്ങനെ അവർക്ക് കുട്ടിയുണ്ട്. ആ പറഞ്ഞ നക്ഷത്രത്തിൽ ജനിച്ചു. ആ നക്ഷത്രത്തിൽ തന്നെ ആ നക്ഷത്രത്തിൽ ജനിച്ചു. അതാണ്, അവിടെയാണ് നമ്മളുടെ ആ വിശ്വാസം അല്ലെങ്കിൽ അതിശയം എന്ന് പറയുന്നത് അവിടെയാണ്. പക്ഷെ അത് വളരെ അത്ഭുതകരമായിട്ട്, അതല്ലേ, അതിനേക്കാളും വലിയ അത്ഭുതമാണ് ഇന്നലെ വന്നിരുന്ന ആ കുട്ടിയെ കണ്ടിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ. അവരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം. അവർ പറയുന്ന, അതും സാറിൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ടാണ് ഈ നാടി, കേരളത്തിലെ നാടി എന്ന് പറയുന്നത് നമ്മളിവിടെ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അത് കണ്ട് ഈ സാറിൻ്റെ വാക്കുകളാണ് ഈ നാടി ഇങ്ങനെ പബ്ലിക്കാകാൻ കാരണം. ഇവിടെ അങ്ങനെ പരസ്യങ്ങളോ മറ്റൊന്നും കൊടുക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് അവരും ഇതേ അനുഭവത്തിൽ വന്നവരാണ്. അവരുടെ കൊച്ചിനെ ഇന്ന് സ്കൂളിൽ ചേർത്ത് പോയി വരുന്ന കുട്ടികളാണ്. അത് 20 വയസ്സുള്ള 25 വയസ്സുള്ള ഒരു ക്രിസ്മസിൻ്റെ അന്ന് ക്രിസ്ത്യൻസാണ്, ക്രിസ്തു മതത്തെ വിശ്വസിക്കുന്നവർ. അവർ നക്ഷത്രം തൂക്കാനായിട്ട് കൊച്ച്, അപ്പോൾ 25 നക്ഷത്രത്തിൽ അവൻ മേടിച്ചപ്പോൾ 24 നക്ഷത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു നക്ഷത്രം കൂടി തൂക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനമ്മയും കൂടി പറയാം, ഇന്ന് പോകണ്ട, അവൻ അയർലൻഡിൽ അങ്ങോട്ട് പോയിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഇനി അടുത്ത വർഷം ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ, അച്ഛനമ്മയുടെയും കൂടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എനിക്ക് നക്ഷത്രം മേടിക്കാമെന്ന് പറഞ്ഞ് ബൈക്കിന് പോയി ആക്സിഡൻ്റ് പെട്ട് മരിച്ചു പോയത്. അതും അവരിവിടെ വന്ന് കൃത്യമായിട്ട്, അത് 52 വയസ്സുണ്ട് ആ സ്ത്രീക്ക്. ആ സാറും ഇവിടെ ഇന്നലെ വന്നിരുന്നു. അവർ രണ്ടും ആ കുഞ്ഞും കൂടി വരുമ്പോൾ നമുക്ക് കാണുന്ന ഒരു സമാധാനം. ഇവിടുത്തെ കുട്ടിയാണത്. അവൻ ഇവിടുത്തെ കുഞ്ഞാണ്, ഓടി നടന്ന് ഓടി. പിന്നീട് അവർക്ക് കുഞ്ഞു ജനിച്ചു. അത് ഇവിടെ വന്ന് നാടി ചോദിച്ച് അവർക്ക് കുട്ടികൾ ഉണ്ടാകും. 52ാമത്തെ വയസ്സിൽ ആ കുഞ്ഞൻ അവൻ, അതായത് ഒരു വർഷത്തോളം അത്ര വ്യത്യാസം വന്നില്ല. അതിനകത്തൊരു വിഷയം, ഇപ്പോൾ 52 വയസ്സാകുമ്പോഴത്തേക്കും അവരുടെ ഗർഭകാലങ്ങളും മറ്റെല്ലാം കഴിഞ്ഞ പറഞ്ഞത്. സബേൻ എന്ന് പറയുന്ന മൂവാറ്റുപുഴയുള്ള ഹോസ്പിറ്റലിൽ അവർ പോവുകയും അത് റീഓപ്പൺ ചെയ്യുകയും അവർക്ക് അവരിൽ ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ അവർക്ക് കൊടുക്കുന്നൊരു പ്രചോദനമാണ്. നഷ്ടപ്പെട്ടു പോയ ആത്മാവ് തിരിച്ചു വരാൻ ഈ അവർക്ക് മകളുണ്ട്, അതിൽ ജനിക്കാൻ പാടില്ലേ? പറ്റില്ല. നിങ്ങളിൽ തന്നെ ജനിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളതിന് സൗകര്യം കൊടുക്കണം. നിങ്ങളായിട്ടാണ് അത് അടച്ചു കളഞ്ഞത്, അത് നിങ്ങളായിട്ടാണ് തുറക്കണം. ദൈവികത ഉള്ള ആ അവസ്ഥയിൽ നിന്നുപോയാൽ മാത്രമേ ഇത് ജനിക്കപ്പെടില്ല എന്ന് പറയുള്ളൂ. പക്ഷെ അതെങ്ങനെയാണ് ഇന്ന ദിവസം ജനിക്കും അല്ലെങ്കിൽ ഇന്ന നക്ഷത്രത്തിൽ ജനിക്കുമെന്ന് നമുക്ക് പറയാം? അതാണ് നാഡിയിലെ പ്രവചനം എന്ന് പറയുന്ന തത്വം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ ആ വസിഷ്ഠ മഹർഷിയെ നമ്മൾ ഉപാസിക്കുമ്പോൾ
ആ മഹർഷിയിലൂടെ നമുക്ക് പറയാൻ പറ്റുമെന്ന് പറയുന്നതിൽ പൂർണ്ണതയുണ്ട്, വിശ്വാസമുണ്ട്. താങ്കൾ വന്ന് വിശ്വസിച്ചാൽ, താങ്കൾ വന്ന് നോക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിൻ്റെ കഥകളെല്ലാം അതിലൂടെ നമുക്ക് കിട്ടണം. അതാണ് ശരിക്കും നാടി എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് സമാധാനങ്ങൾ അരുളുന്ന സ്ഥലമാണ്. അല്ലാതെ ഒരു ഭയപ്പെടുത്തിക്കൊണ്ടു പോകുന്നൊരു സ്ഥലമല്ല. ഭയപ്പെടുത്താൻ പറ്റില്ല. ഓരോ വ്യക്തികളുടെയും നാടി വായിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്നുള്ളത് വൈകുന്നേരമാകുമ്പോൾ നമ്മൾ തിരിച്ചു മഹർഷിയെ വായിച്ചു കേൾപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഗ്രന്ഥം മടക്കും. ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് 2:30 വരെ ഞാൻ ഈ ചോറ് കഴിക്കാതെ, അതായത് അമ്ലത്വമുള്ള ഭക്ഷണം കഴിക്കാതെയാണ് ഇരിക്കുന്നത്. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനത് നോക്കത്തില്ല. അപ്പോൾ അതുവരെ ഇവിടെ എന്തുകൊണ്ടാണ്? നമ്മളിൽ നെഗറ്റീവ് ഉണ്ടാവും. വയറ് നിറഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയായിരിക്കും? ക്ഷീണമാവും, ഉറക്കമാവും. അവിടെ നമുക്ക് നെഗറ്റീവ് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ അതിലൊന്നും നമുക്ക് താല്പര്യമില്ല. നമ്മുടെ ആചാരങ്ങൾ അതാണ്. ആ ആചാരം ഇന്ന് വരെയും പാലിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞതുകൊണ്ടാണ്, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് മനുഷ്യർ എനിക്ക് നെഗറ്റിവിറ്റി ഉണ്ട്, എൻ്റെ കൂടെ ഭൂതമുണ്ട്, പ്രേതമുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ അത്തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട് എന്ന് കരുതി പല ആളുകളെയും കാണാൻ പോകുന്നവരുണ്ട്, പല പൂജാരിമാരുടെ അടുത്ത് പോകുന്നവരുണ്ട്. നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ടോ ഇല്ലയോ, നമ്മുടെ കൂടെ ആരാണുള്ളത്, അതെല്ലാം നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുമോ? അത് ഞാൻ പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ ചിന്താഗതികളാണ് അവനെ പോസിറ്റീവ് നെഗറ്റീവ് ആക്കുന്നത്. അപ്പോൾ അവനെ മറ്റൊരാൾ അവന് നെഗറ്റീവ് കൊണ്ട് നിന്നിൽ ബാധിച്ചിരിക്കുന്ന പ്രേതദോഷമാണ്, ഒരു ബാധ നിന്നിലുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആകാംക്ഷയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവനിൽ ആദ്യമേ പുറപ്പെടുന്നത് ഈ നെഗറ്റീവ് ആയിരിക്കും. അവൻ മെൻ്റലി വളരെ പ്രശ്നങ്ങളിലേക്ക് പോകും, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കും, മനസ്സമാധാനം ഇല്ലാത്തൊരവസ്ഥ, ഉറക്കം നഷ്ടപ്പെട്ടു പോവുക. ഏറ്റവും കൂടുതൽ വേണ്ടത് ഉറക്കമാണല്ലോ. ആ ഉറക്കം നഷ്ടപ്പെട്ടുമ്പോഴാണ് അവൻ്റെ ചിന്താഗതി. അപ്പോൾ എന്താണ്, എന്നിലേക്ക് വേറൊരു വ്യക്തി പ്രവേശനം ചെയ്തിട്ടുണ്ടെന്ന് അവനെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞാൽ അവനെ അതിൽ നിന്നെടുത്ത് മാറ്റുക എന്നതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. നിനക്കതില്ല, നീ ഇന്നത് കൊണ്ടാണ് നിനക്കത് ഭയപ്പെട്ടത്, ഇന്നത് കൊണ്ടാണ് നീ അത് കണ്ടത്. ഇപ്പോൾ ചില അപകടങ്ങൾ നടക്കുന്ന സ്ഥലത്തു കൂടി ഒരു കുട്ടി ബൈക്ക് പോകുമ്പോൾ അത് ചില സമയങ്ങളിൽ നമുക്ക് ആ അവിടുത്തെ സംഭവം നമ്മുടെ മനസ്സിൽ, നമ്മൾ പോലും ചിലപ്പോൾ അറിയില്ല, പെട്ടെന്ന് നമ്മളിലേക്ക് അത് വ്യാപിക്കും. അത് ആ സ്പോട്ടിൽ നിൽക്കുന്ന ഒരു നെഗറ്റീവ് ഉണ്ട്, അത് പോകത്തില്ല. ഇപ്പം നമ്മൾ കുറച്ചും പറഞ്ഞില്ലേ, മോക്ഷം കിട്ടുക, ദുർമരണം എന്ന് പറയുന്നതും അപകടത്തിൽപ്പെട്ട് മരിക്കുന്നതും നമുക്ക് മോക്ഷം കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ ബോഡി ഉണ്ടാവില്ല. ആക്സിഡൻറ്റിൽ മരിക്കുന്നത് അയാൾ പ്രതീക്ഷിക്കാതുള്ള മരണമാണ്. ആത്മഹത്യ എന്ന് പറയുന്നത് അയാൾ സ്വയം ഉണ്ടാക്കുന്ന മരണമാണ്, അല്ലേ? അപ്പം നമുക്ക് തന്നിരിക്കുന്ന വാഹനം മര്യാദയ്ക്ക് കൊണ്ടുപോകാതെ നമ്മളതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബോഡി കിട്ടാൻ പാടായിരിക്കും. പക്ഷേ അപകടം, അതായത് ഒരു വാഹന അപകടം ഉണ്ടാകുന്ന അയാൾ പ്രതീക്ഷിക്കാത്തുള്ള അപകടമായി, മനഃപൂർവ്വം കൊണ്ട് ഇടിച്ചു മരിക്കുന്ന സ്വഭാവമല്ല ഞാൻ പറഞ്ഞു. ഈ ഓട്ടോമാറ്റിക്കിൽ വരുന്ന അയാൾ പോലും അറിയാതെ അയാൾ ആ സ്പോട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ അയാൾക്ക് അവിടെ തന്നെ കറങ്ങേണ്ടി വരും. അപ്പോൾ അതിനാണ് ശരിക്കും നമ്മൾ ആത്മമോചനത്തിനായി പിണ്ടബലി എന്ന് പറഞ്ഞാൽ, അതായത് ഏത് കർമ്മത്തിലാണെങ്കിലും അവരുടെ മതാചാരങ്ങളിൽ നമ്മൾ കർമ്മം ചെയ്യുന്നത് കൊണ്ടാണ്, ആ വിശ്വാസമാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മാറും. പക്ഷേ അവിടെ ദശപ്രാണിൽപ്പെട്ടിരിക്കുന്ന ഒരു പ്രാണൻ്റെ അപൂർവത, അതായത് പൂർണ്ണമല്ലാത്തൊരവസ്ഥ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കും. ചില അപകട പോയിന്റുകളുണ്ട്, കണ്ടില്ല, ആക്സിഡൻറ്റ് പോയിന്റുകൾ ചില സ്ഥലങ്ങളുണ്ടാവും. അതെ, അതൊരിക്കലും പോകാറുമില്ല. അവിടെ കൃത്യമായിട്ട് എല്ലാ വർഷവും ഓരോ അപകടങ്ങളുണ്ടായി മരണപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. ഇതിനെയാണ് നമുക്ക് ഉദാഹരണത്തിന് പറയാൻ, നമ്മുടെ ഒരു ചൈതന്യമുള്ളൊരു ക്ഷേത്രം, നമ്മുടെ പുറക്കാട് പോകുന്ന വഴിക്ക് ഒരു പന മുറിക്കാൻ ശ്രമിച്ച ചരിത്രം അറിയാമോ? ഇല്ല, കേട്ടിട്ടില്ല. ഹൈവേക്ക് റോഡ് എടുക്കാൻ വേണ്ടിയിട്ട് JCB 3 വന്ന് ഒടിഞ്ഞു പോയ ചരിത്രമൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചിരുന്നു. അപ്പം ഇതെല്ലാം ഒരു പ്രാർത്ഥനാ കാര്യങ്ങളും പൂജകളും ചെയ്യുമ്പോഴൊരു പോസിറ്റീവ് ചൈതന്യങ്ങളുള്ളത്. അപ്പുറത്ത് മൃത്യു സംഭവിച്ച് അതിന് ചൈതന്യങ്ങളില്ലാതെ നെഗറ്റീവ് ഉണ്ടാക്കുന്നതും രണ്ടും വ്യത്യസ്തമായ വിഷയങ്ങളാണ്. അപ്പോൾ നെഗറ്റീവിലെ പോസിറ്റീവും നെഗറ്റീവുമാക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഉള്ളിടത്തോളം കാലം അവരുടെ മനസ്സുകളെ ഏത് വിഭ്രാന്തിയിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയാണ് പലർക്കും പല തെറ്റിദ്ധാരണകളും എങ്ങനെയാണ് ഇത് മാറുന്നതെന്ന് ചിന്തിച്ച് നടക്കും. അവിടെയാണ് ഹോമങ്ങളും പൂജകളൊക്കെ നടത്തി അവനെ ഇതെല്ലാം മാറ്റിയെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഈ പ്രേതങ്ങളിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രേതം എന്ന് പറയുന്നത് നമ്മളാണല്ലോ. നമ്മളുടെ മരണാനന്തര അവസ്ഥയ്ക്കാണ് പ്രേതം എന്ന് പറയുന്നത്.
പ്രേതത്തിൽ നിന്നും പിതൃവിലേക്ക് എത്തുന്ന വഴികളിലാണ് കർമ്മം കിടക്കുന്നത്. ഞാനും താങ്കളൊക്കെ മരിച്ച പ്രേതമാണ്. പ്രേതത്തിൽ നിന്ന് പിതൃക്കളിലേക്ക് പോകുന്ന വഴികളുടെ വഴിത്താരികളിലാണ് കർമ്മം എന്ന് പറയുന്ന സവിശേഷത കിടക്കുന്നത്. അപ്പോൾ ഒരു പ്രേതത്തെ പിതൃവിലേക്ക് എത്തിക്കുന്നത് ആരാ? അവരുടെ തലമുറകൾ. പുരോഹിതൻ എന്ന് പറയുന്നത് കർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിയാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ബലിതർപ്പണം പോലും ഹൈന്ദവ ആചാരത്തിൽ ബലിതർപ്പണങ്ങൾ ചെയ്യുമ്പോൾ 3 സ്ഥലങ്ങളാണ്. ഇല്ലം, വല്ലം, നെല്ലി. ഈ സ്ഥലങ്ങളിൽ ബലിയിടാനും കുംഭം, തുലാം, കർക്കിടകം ഈ 3 മാസത്തിലെ കർത്തവാവുകളിൽ ബലിയിടാനും വ്യക്തമായിട്ട് പറയുന്നത്. എന്താണ് ഇല്ലം? ഇല്ലം വീട്. അപ്പോൾ ബലിയിടേണ്ട എവിടെയാ? വീട്ടിലിടാം. വല്ലം എന്ന് പറയുന്നത് തിരുവല്ലം. അവിടെ ബലികർമ്മം ചെയ്യാം. ഇല്ലം, വല്ലം, നെല്ലി, തിരുനെല്ലി. ഈ 3 സ്ഥലങ്ങളിലാണ് പിതൃശുദ്ധിക്ക് ഏറ്റവും പറ്റിയ പുണ്യപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇടേണ്ടത് ഇല്ലത്ത് തന്നെയാണ്. തലമുറകളായിട്ട് തറവാടുകളിലൊക്കെ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ എല്ലാം പിതൃക്കളെല്ലാം ആ ഗൃഹത്തിൽ വസിക്കുന്നുണ്ടാവും. അപ്പോൾ ചന്ദ്രമണ്ഡലത്തിൽ 2 ഭാഗങ്ങളായിട്ടും, ഒന്ന് വായുമണ്ഡലവും ഒന്ന് ചന്ദ്രമണ്ഡലവും. നമ്മളൊക്കെ മരിക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ വായുമണ്ഡലവും ചന്ദ്രമണ്ഡലങ്ങളും തമ്മിലുള്ള ആ വ്യത്യസ്തമായ രീതിയിലേക്ക് നമ്മൾ എത്തിക്കുമ്പോൾ ഈ വായുമണ്ഡലത്തിലൂടെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. അതാണ് ഭൂമിയിൽ മരിച്ചുപോയവർക്ക് നമ്മൾ ബലിയിടണമെന്ന് പറയാൻ കഴിയും. അതിപ്പോൾ ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലങ്ങളിൽ പോയി ബലിയിടാം. ഏറ്റവും ഉത്തമം വീട്ടിൽ തന്നെയാണ്. വീട്ടിലിടുന്ന അത്രയൊന്നും വേറെ എടുത്തിട്ടാലും വരില്ല. പക്ഷെ ആളുകൾക്കൊരു ഭയം വരും, ഞാൻ ഇനി വീട്ടിലിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും. അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ഒരു സമൂഹമുണ്ട് നമ്മുടെ ഇടയിൽ. ആ തെറ്റിദ്ധാരണയാണ് ഈ വീട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ തലമുറയിൽ നമ്മുടെ പിതാമഹന്മാർ നമുക്ക് തന്ന ഒരു കൈമാറി തന്ന ഒരു വാസസ്ഥലമാണ് നമ്മുടെ ഗൃഹമെല്ലാം. എത്രയോ തലമുറകളായിട്ട് വസിക്കപ്പെടുന്ന സ്ഥലം. ഇത് വെള്ളത്തിൽ ഒഴുക്കി വിടണം, അങ്ങനെയുള്ള വെള്ളത്തിലൊഴുക്കി വിടുന്നത് ഒന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എവിടെ നിന്നാണ് വന്നേ? അമ്മയുടെ ഗർഭപാത്രത്തിൽ എന്തായിരുന്നു? ജലമായിരുന്നു. നമ്മൾ ജലത്തിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഈ ഒരു പറയുമ്പോൾ അത് പിന്നെ മോശമായിട്ട് തോന്നും, എങ്കിലും പറയാണ്. ആവാഹനം നടത്തി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇരുത്തുമ്പോൾ ക്ഷേത്രത്തിലിരിക്കുന്ന വളരെ പ്രധാനമായിട്ടുള്ള പോസിറ്റീവുള്ള ഒരു ചൈതന്യ മേഖലത്തിലേക്ക് പിതൃക്കളാകുന്ന അല്ലെങ്കിൽ പ്രേതമാകുന്ന ചൈതന്യത്തെ കൊണ്ടെത്തുമ്പോൾ ആ ക്ഷേത്രമാകുന്നതും പ്രേതാലയമാവില്ലേ? അതെ. അപ്പോൾ ക്ഷേത്രത്തെ കൊണ്ട് ശരിക്കും ഇരുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ പ്രേതം ക്ഷേത്രത്തിൽ ഇരിക്കുമോ? വലിയൊരു ചോദ്യമാണ്. അതാണ് എല്ലാവരും പറയും നമ്മളത് ആവാഹിച്ച് ക്ഷേത്രത്തിൽ കൊടുത്താൽ മതി. ഒരിക്കലും ഒരാത്മാവിനെയും ഒരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് ലയിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ലോകബിംബത്തിലേക്ക്, അതായത് പഞ്ചലോകബിംബങ്ങളിലോ വെള്ളിബിംബങ്ങളിലോ സ്വർണ്ണബിംബങ്ങളിലോ ആവാഹിച്ച് ആ ചൈതന്യത്തെ നമ്മൾ ശുദ്ധീകരിച്ച് സായുജ്യം കൊടുത്ത് സാളാഗ്രാമത്തിലേക്ക് അതിനെ ലയിപ്പിച്ചിട്ട് ഈ ചൈതന്യം, അതായത് ചൈതന്യം അടങ്ങുന്ന ബിംബം നേരെ ക്ഷേത്രക്കുളത്തിലോ അല്ലെങ്കിൽ നമ്മൾ ആറ്റിൻ്റെ തീരത്തുള്ള അവിടെയോ കൊണ്ടുപോയി കഴുകിയിട്ടാണ്. അപ്പോൾ കഴുകുമ്പോൾ എന്ത് പറ്റി? ഈ ബിംബം നേരെ വെള്ളത്തിൽ കഴുകുവാണ്. അപ്പോൾ ജലത്തിലേക്ക് നമ്മൾ ലയിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മളറിയാതെ തന്നെ അത് ലയിപ്പിക്കും. ഈ ലയിച്ച വസ്തുവിൻ്റെ ശേഷക്രിയയായ പിണ്ടമാണ് നമ്മൾ ലോകത്തിലൂടെ ആ ക്ഷേത്രത്തിൽ കൊടുക്കും. എന്നിട്ട് തിലഹോമം ചെയ്യും. അത് നല്ല കാര്യം. പക്ഷെ ഒരിക്കലും ഒരു പ്രേതത്തെയും ക്ഷേത്രത്തിൽ ഇരുത്തുന്നില്ല എന്ന ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അപ്പോൾ ഈ ദേവതകളെ ഇരുത്തുന്നതോ? ദേവതാസങ്കല്പം എന്ന് പറഞ്ഞാൽ ദേവതാസങ്കല്പമാണ് നമ്മുടെ പ്രപഞ്ചശക്തി തന്നെ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു ഗർഭഗൃഹത്തിലിരിക്കുന്ന ദേവതയും പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിഷ്ഠിക്കുന്ന എന്തെന്നാ? ആ ചൈതന്യത്തെ അല്ലേ? ചൈതന്യത്തെ പ്രതിഷ്ഠിക്കുന്നില്ല, ചൈതന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് തന്ത്രി എന്ന് പറയുന്നത്. ബിംബമുണ്ടാക്കി ആ ബിംബത്തിലേക്ക് നമ്മൾ ക്ഷേത്രത്തിൽ, അത് ഞാൻ പറയാറുണ്ട്, ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് ദൈവമല്ല, മറിച്ച് എന്താ? ദൈവികതയാണ്, ചൈതന്യമാണ്. ആ ചൈതന്യം തന്നെയല്ലേ നമ്മളും? അല്ലേ? നമ്മുടെ ചൈതന്യം തന്നെയാണ് നമ്മൾ തന്നെയല്ലേ ചൈതന്യം. നമ്മൾ അതാണ് ചോദിച്ചാൽ ഈശ്വരനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടോ? അപ്പോൾ ചിലർ പറയുമല്ലോ, ഒരുപാട് ആളുകൾ ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് നെഗറ്റിവിറ്റി വരുന്നത് ആ ദേവത ചൈതന്യം ഊറ്റി കുടിക്കുന്നതാണ്, അങ്ങനെയൊക്കെ പറയുന്ന. അത് ഞാൻ കുറച്ചും പറഞ്ഞു. ഈ ബാധാബന്ധനം എന്ന് പറയുന്ന അവസ്ഥ, തൻ്റെ ശരീരത്തിൽ മറ്റൊരു ബാധ കയറിയെന്ന് അല്ലെങ്കിൽ തനിക്കൊരു ബാധാദോഷമുണ്ടെന്ന് മനസ്സിൽ കൊണ്ടുവരുമ്പോഴാണ്
അയാളിലെ ആ നെഗറ്റീവ് ചാർജ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അയാൾക്കത് വിഭ്രാന്തി പോലത്തെ ഒരു വിഷയം കാണും. ഈ തുള്ളൽ, ബഹളങ്ങൾ കാണിച്ചു വല്ലാത്തൊരു വിഭ്രാന്തി അവസ്ഥ കാണിക്കും. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവും. മറ്റേ കള്ളത്തരം കാണിക്കുന്നവരെയും അല്ലാത്തവരെയും കാണിക്കാൻ അറിയാൻ പറ്റും. പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആ പോസിറ്റീവ് ചൈതന്യം ഭയങ്കര വലിയ ഓറയാണ്. ആ ഓറ നല്ലതായിട്ട് നമ്മളിലേക്ക് അടിക്കുമ്പോൾ നമ്മളിലുണ്ടായിരിക്കുന്ന ചൈതന്യത്തിന് താങ്ങാൻ പറ്റില്ല. അതാണ് ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും നമ്മൾ ചരിഞ്ഞിന്ന് തൊഴണമെന്ന് പറയാൻ കാര്യം. നേരെ നിന്ന് തൊഴുതു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചൈതന്യം ഉണ്ടാകുന്നത് വെച്ചാൽ ഓരോ ഭക്തൻ്റെയും പ്രാർത്ഥനയും ആ നാമജപങ്ങളും കൊണ്ടാണ് ക്ഷേത്ര ചൈതന്യം വളരുന്നത്. ഒരു ബിംബം പ്രതിഷ്ഠിച്ചുകൊണ്ട് ക്ഷേത്ര ചൈതന്യം വളരില്ല. ക്ഷയിച്ചു പോയ അവസ്ഥയെ ആരാണോ ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് അവിടെ ക്ഷേത്രമുണ്ടാവുകയാണ്, അല്ലേ? അപ്പോൾ താങ്കളുടെ വീട്ടിലിരുന്ന് ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ അവിടെ ക്ഷേത്രമായി. താങ്കൾക്കത് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ഗർഭഗൃഹമുള്ള ഒരു ചൈതന്യം നിറഞ്ഞിരിക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടി തുടങ്ങും. നമ്മുടെ മനസ്സിന് ശാന്തമാകും. ഇതാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഗുണം. അതാണ് ഈ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ അധികം സംസാരിക്കാതെ സദാ നാമജപങ്ങൾ ചെയ്യാനാണ് പറയുന്നത്. സദാ നാരായണ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ആ ചൈതന്യമൂർത്തിയെ നമുക്ക് കാണാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാനും നീയും ഒന്നാണ് എന്നുള്ള ആ സങ്കല്പത്തിൽ വേണം ക്ഷേത്രത്തിൽ പോകാനും തൊഴാനും. അപ്പം ഇതിനെല്ലാം മറുപടി പറഞ്ഞു കൊടുക്കുന്നത് നാഡീഗ്രന്ഥങ്ങളാണ്. മറ്റ് ശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്ത് ഇന്ന സ്ഥലത്തെ പ്രേതം കൂടിയിട്ടുണ്ട്, അതിനെ ഒഴിവാക്കണം, ഒഴിപ്പിക്കണം. അവിടെ തന്ത്രം. അത് മന്ത്രം കൊണ്ടും തന്ത്രം കൊണ്ടുമാണ് അതിനെ ഒഴിപ്പിച്ചു വിടുന്നത്, അല്ലേ? അപ്പോൾ അയാളിലെ ആ ഇപ്പോൾ ഒരു ഹോമം നടക്കുന്ന സമയത്ത് ഈ ഹോമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പേഷ്യൻ്റെ അടുത്ത് ഒരു ഡോക്ടർ പറയാണ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല, നിങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകും എന്ന് പറയുമ്പോൾ അയാളിലെ ഭീതി വളരുവാണ്. ഇത് ഞാൻ മാറ്റാം, വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വിഷയമൊന്നും ഇല്ല എന്ന് പറയുന്ന ആ തന്ത്രപരമായ കാര്യങ്ങളിലൂടെ അയാളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നതാണ് ഹോമവും ഡോക്ടറിൻ്റെ സംസാരങ്ങളും. ഒരു ഇതും സൈക്കാട്രിക്ക് അത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥ താൻ അല്ലാതായി വരുന്നതാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. ഞാനല്ല, ഞാൻ മറ്റാരോ ആണ് എന്നൊരു ത്വര വരുമ്പോഴാണ്. അതിനാണ് ബാധാദോഷം അല്ലെങ്കിൽ പ്രേതദോഷം എന്ന ജ്യോതിഷവാക്യം പറയുന്നത്. മറ്റത് സയൻസ്. അപ്പോൾ ഇത് രണ്ടും ചില സിനിമയിലൊക്കെ ഉണ്ടാവില്ലേ, ഈ ഹോമം നടത്തുമ്പോൾ തുള്ളി വരുമ്പോഴും അയാളുടെ സൈക്കാട്രിക് നമ്മുടെ മണിച്ചിത്രങ്ങളിലൊക്കെ കാണിക്കുന്ന പോലെ ഇതൊക്കെ ഇത് പരസ്പരം പൂരകങ്ങളാണ്. ഇവിടെ ദൈവിക സങ്കല്പം എന്ന് പറയുന്ന ആ ചൈതന്യത്തിലേക്ക് നമ്മുടെ ചൈതന്യത്തെ കൊണ്ടെത്തിക്കുന്ന ഒരു മെത്തേഡാണ് ഹോമങ്ങൾ. അതിന് ഓരോരോ പേരുകളുണ്ട്. ഓരോ ഹോമങ്ങൾക്കും വ്യത്യസ്തമായ മന്ത്രങ്ങളുണ്ട്. ശബ്ദധ്വനി കൊണ്ട് മന്ത്രം ഉയർത്തി ചൊല്ലുമ്പോൾ ഇരിക്കുന്നവൻ്റെ മനസ്സ് ഫ്രീ ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവൻ്റെ മനസ്സിനെ ശാന്തമാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ക്രിയകൾ കൊണ്ട് ചെയ്യാൻ പറ്റും. അനാവശ്യമായ ക്രിയകൾ, അതായത് ബലികർമ്മങ്ങൾ, ഈ കോഴിവെട്ട്, ആടുമുറിക്കൽ, അതൊന്നും ചെയ്യില്ല. അതൊക്കെ വീണ്ടും ആ വ്യക്തിയെ ഭയപ്പെടുത്തുകയുള്ളൂ. ഈ മലയാചാരപ്രകാരം അല്ലെങ്കിൽ മലയന്മാരുടെ ആചാരപ്രകാരം അവർക്ക് ബലി കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് അവരുടെ ആചാരവിധിയിൽപ്പെട്ടിട്ടുള്ളതാണ്. ആ ബലി കൊടുക്കുമ്പോൾ അയാൾ ഏതോ കർമ്മദോഷത്തിന് തയ്യാറാവുകയാണ്. വരും ജന്മമാണ് അയാൾക്ക് ഇതിന് പരിഹാരം കിടക്കുന്നത്. അപ്പോൾ അയാൾ നല്ല രീതിയിലേക്ക് പോകും. അറിയില്ലേ, ദുഷ്ടത്തരം ചെയ്തു കഴിഞ്ഞാൽ ഈ ദുഷ്ടനെ പന പോലെ വളർത്തുമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കർമ്മം ചെയ്താലും അവന് ദോഷം ഉണ്ടാവില്ല. ആ സമയത്ത് അവൻ വളരെ വലുതായി സാമ്പത്തികമായിട്ടൊക്കെ അവൻ വളരെ ഇതായിട്ട് തീരും. പക്ഷെ അവൻ്റെ മരണാനന്തരം അല്ലെങ്കിൽ മരിക്കുന്ന സമയം അവൻ കഷ്ടപ്പെട്ടേ മരിക്കുള്ളൂ. ദുർമരണം എന്ന് പറയുന്ന അവസ്ഥ അവൻ എപ്പോഴും വേട്ടയാണ്. അല്ലെങ്കിൽ മനസ്സ് ശാന്തമല്ലാത്തൊരു മരണം അവനുണ്ടാവും. ഒരു വ്യക്തി മരിക്കുന്ന എങ്ങനെയായിരിക്കണം? സന്തോഷത്തോടെ. സന്തോഷമല്ല, വളരെ സമാധാനാന്തരീക്ഷത്തിൽ മരിക്കണം. ഒരു മരണവും ആരും സന്തോഷിക്കില്ല. സന്തോഷിക്കും. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഒരാളുടെ ജീവിതം, അയാളുടെ ജീവിതത്തിൽ 90 വയസ്സ് വരെയും അയാൾ സന്തോഷത്തോടെ പണം ആസ്വദിച്ച് നന്നായിട്ട് എന്ത് ചെയ്തിട്ടാണെങ്കിലും ജീവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മരിക്കുന്നതിനൊരു 6 മാസം മുമ്പിട്ട് അയാൾ ദുരിതപ്പെടുന്നത്, അത് ഇത്രയും 10 വർഷം നല്ല രീതിയിലല്ലേ? അപ്പോൾ അവസാനത്തെ നിമിഷം അയാളാണ് നല്ല രീതിയിൽ ജീവിച്ചത്. പക്ഷെ അയാളുടെ ചെയ്വനകൾ
ചിലപ്പോൾ മോശമായിരിക്കാം. എപ്പോഴെങ്കിലും അല്ല അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരമ്മയുടെ കൈ മുഖത്ത് നോക്കി ചൂണ്ടിക്കൈ വർത്താനം പറയുന്ന മക്കളില്ലേ, അവരെല്ലാം പാവത്തിൻ്റെ അടിമകളായിത്തീരും. ഇതൊക്കെ അവസാനം ഇപ്പം ഈ പറഞ്ഞ പോലെ 100 വയസ്സ് വരെയും അയാൾ സന്തോഷമായി ജീവിച്ചു. പക്ഷെ ആ ഒരു വർഷം 101ാമത്തെ വർഷം അയാൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയും 1 മണിക്കൂറെങ്കിലും അയാൾ അനുഭവിക്കാൻ പോകാൻ പറ്റില്ല. അല്ല അങ്ങനെ അനുഭവിച്ചുകൊണ്ട് അയാൾക്ക് ആ കുറച്ച് നിമിഷത്തെ കാര്യങ്ങൾ മാത്രമല്ല ഉള്ളൂ, അയാൾ അടുത്ത ഇതിലേക്ക് കിടക്കുമല്ലേ. 100 വർഷം സന്തോഷിക്കുകയും 1 വർഷം അല്ലെങ്കിൽ 1 മാസം അതാണ് പറയുന്നത്. 100 വർഷം എന്നുള്ളത് 1 മണിക്കൂർ കൊണ്ട് അയാൾ അനുഭവിക്കുമ്പോൾ ആ 100 വർഷത്തെ സന്തോഷവും അയാൾ ചെയ്തു പോയ കാര്യങ്ങളും ഈ 1 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 1 വർഷം അയാൾ ചിന്തിച്ചു. ആ ചിന്തിക്കുന്ന സമയമാണ് ഒരു വ്യാഴവട്ടത്തിലെ കറക്കം. ചില ചക്രശ്വാസം വലിക്കുന്നു എന്ന് പറയുന്നതിനൊക്കെ തത്വം അതാണ്. ഓരോ ചക്രവും തിരിയുമ്പോൾ അയാൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നു. നമ്മളോട് പറയില്ല, നമുക്കറിയാൻ പറ്റില്ല. അവസാനം നോക്കി നിൽക്കുന്നവർ പറയുന്നത് എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ നന്നായിരുന്നു, ഇത്രയും കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അപ്പം മറ്റുള്ളവരുടെ പ്രാർത്ഥനയും ആ ദുഃഖ ദുരിതങ്ങളും ഇയാൾ മുഖാന്തരം ഉണ്ടാവുകയാണ്. യഥാർത്ഥത്തിൽ ഈ പാപം ചെയ്യുന്നത് കിടക്കുന്ന ആളല്ല, അയാളെ സംരക്ഷിക്കുന്നവനാണ് യഥാർത്ഥ പാപം ചെയ്തിട്ടുള്ളത്. അവൻ പുണ്യകർമ്മം ചെയ്യാനായിട്ട് വേണ്ടി ഇയാളെ പരിചരിക്കുന്നതോടുകൂടി അയാൾക്ക് മുക്തി കിട്ടുമെന്നാണ് പറയുന്നത്. നാടിൽ സവിസ്തരമായിട്ട് അത് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അതിന് ഒരു ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എല്ലാത്തിനും വ്യക്തമായിട്ട് മറുപടി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു.